അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഏറെ സ്നേഹത്തോടെ ആങ്ങളെ പെങ്ങളെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയത് മരണത്തിലേക്കായിരുന്നു. അതൊരു അവസാന യാത്രയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ മരണ വാർത്തയാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. ആങ്ങളെ പെങ്ങളെയും മക്കളെയും കൂട്ടി ആ ഒരു യാത്ര പോയത് അവരുടെ അവസാന യാത്രയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിരത്തിൽ വാഹനങ്ങൾ കൂടിക്കൂടി വരികയാണ്. വാഹനങ്ങൾ കൂടുന്തോറും അപകടങ്ങളും ഏറി വരികയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ പടച്ചറബിൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. ഇനിയിപ്പോൾ വെക്കേഷനാണ്. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. വെക്കേഷൻ കാലഘട്ടത്താണ് നമ്മുടെയൊക്കെ മക്കൾ അപകടത്തിലും അബദ്ധത്തിലും ചെന്ന് വീഴുന്നത്. ഈ ഒരു വെക്കേഷൻ കാലം എല്ലാ മക്കളെയും ശ്രദ്ധിക്കുക. ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലൊക്കെ വന്നുപെടാം. നമ്മുടെയൊക്കെ രണ്ട് കണ്ണും നമ്മുടെ മക്കളിൽ മേൽ വേണം. ഗുണ്ടൽപേട്ടിൽ വെച്ച് കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് 3 പേരാണ് മരണപ്പെട്ടത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് മരിച്ച് മലർത്തി കിടത്തിയത്. സുബ്ഹാനല്ലാഹ്. പടച്ചറബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഗുണ്ടൽപേട്ട് കർണാടക ചാമരാജ നഗറിലാണ് ഈ ഒരു കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേര് മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ഇവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. മരണപ്പെട്ടത് കോഴിക്കോട് ബേപ്പൂർ സ്വദേശികളാണ്. ഇന്നലെ ഉച്ചയോടെ ദേശീയപാത 76-ലാണ് ഈ അപകടം നടക്കുന്നത്. മരണപ്പെട്ടത് ആയിഷ നൂരി 41 വയസ്സ്, ആയിഷയുടെ മകൾ നോഹ 19 വയസ്സ്, ആയിഷയുടെ ആങ്ങള മുഹമ്മദ് അസീർ 37 വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത്. മുഹമ്മദ് അസീറിന് ബാംഗ്ലൂരിലായിരുന്നു ജോലി. BML-ൽ ഉദ്യോഗസ്ഥനായിരുന്നു. നാട്ടിൽ നിന്നും മൈസൂരിലേക്ക് പെങ്ങളെയും കുട്ടികളെയും കൂട്ടി മൈസൂരിലേക്ക് പോകുന്ന ഇടയാണ് ഈ അപകടം നടക്കുന്നത്. അത് അവരുടെ അവസാന യാത്രയായിരിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടാവുമോ? പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് മരണമാണ്. ഇന്ന് ആളുകൾ മരണപ്പെടുന്നത് യാദൃശികമായിട്ടാണ്. ആയുസെത്താതെയാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. അത് നമ്മുടെ ശ്രദ്ധക്കേടാവാം. നമ്മുടെയൊക്കെ ഒരു അശ്രദ്ധ മൂലമാകരുത് നമ്മുടെയൊന്നും മരണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ടും സംഭവിക്കുകയാണെങ്കിൽ അത് പടച്ചറബിൻ്റെ വിധിയാണ്, ഖലാഖാണ്. സഹോദരിയെയും മക്കളെയും കൂട്ടി മൈസൂരിലേക്ക് പോവുകയായിരുന്നു അസീർ. ഏറെ സന്തോഷമുള്ള ആ ഒരു യാത്ര ഇടയ്ക്ക് വെച്ച് ഒന്നുമല്ലാതായി പോവുകയാണ്. അവർ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോവുകയാണ്. നടക്കുന്ന നടപ്പിലും ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും മരണമാണ് എന്നും നമ്മുടെ കൂടെയുള്ളത്. മരിക്കുന്ന നേരത്ത് കൽബിൽ ഈമാൻ ഉണ്ടാകാൻ എല്ലാവരും ദുആ ചെയ്തോളൂ. നമ്മുടെയൊക്കെ അവസാനം പടച്ചറബ്ബ് നന്നാക്കി തരട്ടെ, ആമീൻ. ഗുണ്ടൽപേട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന ഒരു ടിപ്പർ ലോറി അവരുടെ കാലനായി എത്തുകയാണ്. പാഞ്ഞു വരുന്ന ആ ഒരു ടിപ്പർ ലോറി ഇവരുടെ ആ ഒരു സന്തോഷമുള്ള ആ ഒരു യാത്രക്കിടയിൽ കയറി വരികയാണ്. ഇവർ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് ചെന്നിടിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. പടച്ചറബ്ബ് ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരും കാക്കുമാറാകട്ടെ. ഇടിയുടെ ആഘാതത്തിൽ ആയിഷ നൂരിയും ആയിഷയുടെ മകൾ നോഹയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആങ്ങള മുഹമ്മദ് അസീറിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ആയിഷയുടെ മകൻ 9 വയസ്സുകാരനും കൂടെ ഉണ്ടായിരുന്നു. 9 വയസ്സുകാരനായ നഹിയാൻ. ആ കുട്ടി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. പടച്ചറബ്ബ് ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. അവിടുന്ന് സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഒരു കുടുംബത്തിൽ ഇന്ന് മരണപ്പെട്ടത് 3 പേരാണ്. 3 മയ്യത്താണ് ആ കുടുംബത്തിൽ മലർത്തി കിടത്തിയത്. ആ ഒരു സന്തോഷമേറിയ ആ ഒരു യാത്ര ഇന്ന് ഏറെ കണ്ണീരിലായെത്തിയ യാത്രയായിപ്പോയി. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഈ മരണപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇവർക്ക് നീ മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണേ റബ്ബേ. പടച്ചറബ്ബേ, ഇവരുടെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ.
ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.